ഹായ് ഫ്രണ്ട്സ്, കേട്ടറ്റ് കാറ്റഗറി 3 സൈക്കോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇപ്പോൾ മെയിൻലി നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 3 ആൻഡ് സി ടെറ്റ്, സെറ്റ്, നെറ്റ് പോലുള്ള കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സൈക്കോളജി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. ആദ്യമേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 1 മുതൽ 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ് നമ്മൾ നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ എടുത്ത് ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഒരു 1000-1500 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. സോ എല്ലാവരും വീഡിയോയ്ക്ക് കീഴെ ആവശ്യമായ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ടുള്ള ക്ലാസ്സുകൾ ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ അതിൻ്റെ കമൻറ്റ് കീഴെ നൽകുക. അപ്പോൾ നന്നായി സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട്. The right of children to free and compulsory education act is an act to provide such education to which age group of children? ഇവിടെ ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ചിൽഡ്രൻ ആക്ട്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് ആണ്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് അവരുടെ അവകാശമാണ്. അത് എന്ത് അവകാശമാണ്? കമ്പൽസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കാണ് ഇത് ലഭിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. To all children of the age group 5 to 16 years, then second option 5 to 14 years, then third option 6 to 14 years, then fourth option 6 to 16 years. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടു ഓൾ ചിൽഡ്രൻ ഓഫ് ദി ഏജ് ഗ്രൂപ്പ് 6 to 14 years എന്നുള്ളതാണ്. എത്രയാണ്? 6 to 14 years. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒന്നും കൂടി നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ദിസ് ആക്ട് എൻഷുവേഴ്സ് ദാറ്റ് എവരി ചിൽഡ്രൻ ഇൻ ദാറ്റ് ഏജ് ഗ്രൂപ്പ് ഹാസ് എ റൈറ്റ് ടു എലമെന്ററി എഡ്യൂക്കേഷൻ ഇൻ എ നെയ്ബർഹുഡ് സ്കൂൾ അണ്ടിൽ കംപ്ലീഷൻ എന്നുള്ളതാണ്. അതായത് ആ കോഴ്സ് കഴിയുന്നത് വരെ, അവർക്ക് 10th വരെയുള്ള കോഴ്സ് കഴിയുന്നത് വരെ അവരെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ ഫ്രീ ആയിട്ട് പിന്നെ എഡ്യൂക്കേഷൻ ലഭിക്കണം എന്നുള്ള ആ ഒരു നിയമമാണ്, അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശമാണ് ഈ ഒരു നിയമത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് പ്രൊവൈഡ്സ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ഏജ് 6 to 14 years എന്നുള്ളതാണ്. അത് അവർക്ക് അവരുടെ നിയറസ്റ്റ് സ്കൂളിൽ പിന്നെ ആ 10th ക്ലാസ് വരെയുള്ള പഠനം കഴിയുന്നവരെ അത് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ളതാണ് ഈ നിയമത്തിലൂടെ ഉറപ്പുവരുത്തുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി നെയിം ഹു പുട്ട് ഫോർവേഡഡ് ദി കോൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, അല്ലെങ്കിൽ അഡ്വാൻസ് ഓർഗനൈസർ. ഈ ഒരു കോൺസെപ്റ്റ് ആരാണ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? ഗാർഡനർ ആണോ, ബ്രൂണർ ആണോ, പിയാഷെ ആണോ, ഓസ്ബെൽ ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ 4 സയന്റിസ്റ്റുകളെയും നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളവരാണ്. ഈ 4 പേരെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. വരും ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ ഓരോ വ്യക്തികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് അഡ്വാൻസ് ഓർഗനൈസർ ആണ്. ഈ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഫോർവേഡ് ചെയ്തിട്ടുള്ളത് ഡേവിഡ് ഓസ്ബെൽഡ് ആണ്. ഡേവിഡ് ഓസ്ബെൽഡേതാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്ന് പറയുന്നത്. പിയാഷയുടെയും ബ്രൂണറുടെയും ഗാർഡനറുടെയും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ പരിചയപ്പെടാം. ഡേവിഡ് ഓസ്ബെൽ, a prominent educational psychologist, developed the idea of advanced organizers as a way to enhance meaningful learning by helping students connect new information to their existing knowledge എന്നുള്ളതാണ്. ഈ അഡ്വാൻസ് ഓർഗനൈസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് പുതിയ അറിവ് നൽകുന്നതിന് മുൻപേ അവരെ ഒന്ന് പ്രാപ്തമാക്കണം. നമ്മൾ അവരെ ഒന്ന് പിന്നെ റെഡിയാക്കി കൊണ്ടുവരണം. അവരെ ഒന്ന് പ്രിപ്പയർ ആക്കി കൊണ്ടുവരണം. ആ പ്രിപ്പയർ ആക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, പിന്നെ ഈ അഡ്വാൻസ് ഓർഗനൈസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് മീനിങ് ഫുൾ ലേണിംഗ് ആണ് ഇവിടെ നടക്കേണ്ടത്. എന്താണ് മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ ബൈഹാർട്ട് ചെയ്യുക മാത്രം പോരാ, അതിൻ്റെ മീനിങ് മനസ്സിലാക്കണം. അത് എന്ത് അർത്ഥത്തിലാണ് നമ്മൾ പഠിക്കുന്നത്, എന്ത് ആവശ്യത്തിലാണ് നമ്മൾ പഠിക്കുന്നത്, അത് എന്ത് പർപ്പസ് ഒക്കെ അതിലൂടെ സാധൂകരിക്കാൻ പറ്റും, ഭാവിയിൽ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള അർത്ഥതലങ്ങളിൽ നിന്നുകൊണ്ട് ആ ഒരു നോളജ് നമ്മൾ പഠിക്കുമ്പോഴാണ് മീനിങ് ഫുൾ ലേണിംഗ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുക. അപ്പോൾ എന്താണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ ബ്രോഡ് ഇൻട്രോഡക്ടറി സ്റ്റേറ്റ്മെന്റ് or framework presented before new information, helping students connect the new material to their existing knowledge.
ഓക്കെ. അതായത് പുതിയ ഒരു അറിവ് കുട്ടികൾ നേടുന്നതിന് മുൻപേ അവർക്കൊരു ഇൻട്രോഡക്ടറി സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കണം. ബ്രോഡർ ആയിട്ടുള്ള ഒരു ഇൻട്രോഡക്ടറി സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കണം. അതായത് ആ ഒരു പുതിയ അറിവിലേക്ക് പോകുന്നതിന് മുൻപേ അവർക്കൊരു വ്യക്തമായ ധാരണ ആദ്യമേ ഉണ്ടാക്കി കൊടുക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് ഇനീഷ്യൽ ഓവർവ്യൂ ആക്ട് ആസ് എ ബ്രിഡ്ജ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഈ ഒരു അഡ്വാൻസ് ഓർഗനൈസ് മോഡലിനെ ആക്ട് ആസ് എ ബ്രിഡ്ജ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. മേക്ക് ദ ന്യൂ കണ്ടന്റ് മോർ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് മീനിങ് എന്നുള്ളത്. ഓക്കെ. എസെൻഷ്യലി ഇറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് പ്രിപ്പയർ ദെയർ മൈൻഡ്സ് ഫോർ ദി ന്യൂ ഇൻഫർമേഷൻ ബൈ പ്രൊവൈഡിങ് എ കോണ്ടെക്സ്റ്റ് ആൻഡ് സ്ട്രക്ചർ. അതായത് ഈ ഇൻട്രോഡക്ടറി സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുക വഴി അത് പ്രിപ്പറേഷൻ അവർക്ക് ലഭിക്കുന്നു. എന്നിട്ട് പുതിയ അറിവുകൾ കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആ പുതിയ അറിവുകൾ അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അഡ്വാൻസ് ഓർഗനൈസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടേതാണ്? ഡേവിഡ് ഓർസ്ബെലിന്റേതാണ്. അപ്പോൾ എന്താണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്ന്? അതൊരു മീനിങ് ഫുൾ ലേണിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് മീനിങ് ഫുൾ ലേണിംഗ് നടത്താൻ കഴിയുക? അത് പുതിയ അറിവ് കൊടുക്കുന്നതിന് മുൻപേ ആ അറിവുമായി ബന്ധപ്പെട്ടുള്ള മുൻ അറിവുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ ഒന്ന് പ്രാപ്തമാക്കി കൊണ്ടുവരണം. എന്നിട്ട് വേണം പുതിയ ക്ലാസ്സുകളോ പുതിയ അറിവുകളോ പുതിയ ടോപ്പിക്കുകളോ ഒക്കെ എടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഡേവിഡ് ഓസ്ബെൽ പറയുന്നത് എന്നുള്ളതാണ്. ദെൻ എക്സ്പാൻഡ് IEP ഇൻ ഇൻക്ലൂസീവ് സെറ്റപ്പ്. എന്താണ് എക്സ്പാൻഡ്? അതിനെ എക്സ്പാൻഡ് ചെയ്യുക. IEPനെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറയുന്നത്. ഇൻഡിവിജ്വലൈസ്ഡ് ഇവാലുവേഷൻ പോർട്ട്ഫോളിയോ എന്നാണ്, ഇൻഡിവിജ്വലൈസ്ഡ് ഇവാലുവേഷൻ പ്രോഗ്രാം എന്നാണ്, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ഓർ പ്രോഗ്രാം എന്നുള്ളതാണ്, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പോർട്ട്ഫോളിയോ എന്നുള്ളതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ഓർ പ്രോഗ്രാം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ഓർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റിട്ടൺ പ്ലാൻ ദാറ്റ് ഔട്ട്ലൈൻസ് ദ സ്പെസിഫിക് എഡ്യൂക്കേഷണൽ നീഡ്സ് ആൻഡ് ഗോൾസ് ഫോർ എ സ്റ്റുഡൻറ് വിത്ത് എ ഡിസബിലിറ്റി. ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് തക്കതായിട്ടുള്ള ഒരു പഠന രീതി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെയാണ് എന്തെന്ന് പറയുന്നത് IEP എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് കൊളാബറേറ്റ്ലി ബൈ എ ടീം ഇൻക്ലൂഡിംഗ് ദ സ്റ്റുഡൻസ് പേരൻസ് ടീച്ചേഴ്സ് ആൻഡ് അതർ സ്പെഷ്യലിസ്റ്റ്സ്. അതായത് സൈക്കോളജിസ്റ്റുകൾ പോലുള്ള സ്പെഷ്യലിസ്റ്റുകളും ടീച്ചേഴ്സും പേരൻസും സ്റ്റുഡൻസും കൂടി ചേർന്ന് ഒരു കൊളാബറേറ്റ്ലി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് IEP എന്ന് പറയുന്നത്. ദ IEP എൻഷുവേഴ്സ് ദ സ്റ്റുഡൻസ് റിസീവ്സ് അപ്രോപ്രിയേറ്റ് സപ്പോർട്ട് ആൻഡ് സർവീസസ്. ആ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ആൻഡ് സർവീസസ് കൊടുക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ്, കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഉറപ്പുവരുത്തേണ്ടത് എന്നുള്ളതാണ് ഇവിടെ മൂന്നാമതായിട്ട് പറയുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. IEPന്റെ എക്സ്പാൻഷനും എന്താണ് IEP എന്നുള്ളതും കൂടി ഇതിലൂടെ നിങ്ങൾ പരിചയപ്പെടുക എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഓൺ ഡൊമസ്റ്റിക് വയലൻസ് വാസ് ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് ബൈ ദ ഇന്ത്യൻ ഗവൺമെന്റ് ഇൻ ദി ഇയർ. ഏത് ഇയറിലാണ് ഈ വിമൺ ഓൺ ഡൊമസ്റ്റിക് വയലൻസ് ഫോഴ്സ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് നിലവിൽ വന്നിട്ടുള്ളത് ഏത് ഇയറിലാണ്? അത് 2002 or 4, 6 or 8 എന്നുള്ളതാണ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് 2006 ആണ്. അത് 2005 അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നിലവിൽ വന്നിട്ടുള്ളത് 2005 എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് എ ടീച്ചർ വാട്ട് ആക്ഷൻ വിൽ യു ടേക്ക് ടു ഹെൽപ്പ് എ സ്റ്റുഡൻറ് ഹാവിംഗ് സ്പീച്ച് ഡിഫക്റ്റ്? സ്പീച്ച് ഡിഫക്റ്റ് ഉള്ള കുട്ടികൾക്ക് ഈ താഴെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൻസർ എന്താണെന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. മറ്റുള്ള കാര്യങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷൻസിലേക്കൊക്കെ പോകുമ്പോൾ വളരെ വൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഹെൽപ്പ് ദ സ്റ്റുഡൻറ് ബൈ സപ്ലൈയിങ് ദ വേർഡ്സ് ദ സ്റ്റുഡൻറ് ഈസ് ട്രൈങ് ടു സേ. ദെൻ ഗിവ് ദ സ്റ്റുഡൻറ് വേർഡ് ഡ്രിൽ on the words on which he or she stutters. Ensure the help of the other student in a correction process. The last option, provide special situations in which the student's confidence is built up. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൊവൈഡ് സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ സ്റ്റുഡൻസ് കോൺഫിഡൻസ് ഈസ് ബിൽഡ് അപ്പ്. കുട്ടികളുടെ കോൺഫിഡൻസ് വളർത്തി കൊണ്ടുവരുന്നതിന് ഉതകുന്ന തരത്തിലുള്ള, കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖല ഏതാണെന്ന് കണ്ടെത്തി അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് കൊടുക്കുകയാണെങ്കിൽ സ്പീച്ച് ഡിഫക്റ്റ് ഉള്ള കുട്ടികൾക്ക് അവരുടെ ആ ഒരു ഡിഫക്റ്റ് ഓവർകം ചെയ്ത് വരാൻ പറ്റുമെന്നുള്ളതാണ്. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? പ്രൊവൈഡ് സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ സ്റ്റുഡൻസ് കോൺഫിഡൻസ് ഈസ് ബിൽഡ് അപ്പ് എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് എ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ഫ്രം ദി ഗിവൺ ബിലോ. ഇതിൽ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇതിൽ ഓൾമോസ്റ്റ് പറയുന്ന 3 ആക്ച്വലി ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. ഇതിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. ആക്യുറേറ്റ് ആൻസർ എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. ഏതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്? അലക്സാണ്ടേഴ്സ് പാസ്ലോങ് ടെസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ഫ്രം ദി ഗിവൺ ബിലോ. ഇതിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള നല്ല പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? അലക്സാണ്ടേഴ്സ് പാസ്ലോങ് ടെസ്റ്റ് ആണ്. മറ്റുള്ള ടെസ്റ്റുകൾ റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, റാബൻസ് പ്രോഗ്രസീവ് മെട്രിക് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഇവ ഓരോന്നും അതേപോലെ തന്നെ അലക്സാണ്ടേഴ്സ് പാസ്ലോങ് ടെസ്റ്റ് എന്താണെന്നും ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. അതിനു മുൻപേ എന്താണ് പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. എന്താണ് പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്? ഇതിനെ മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്, നോൺ വെർബൽ ഇന്റലിജൻസ് ടെസ്റ്റ് എന്നുള്ളതാണ്. ഈ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസിനെ തന്നെയാണ് നോൺ വെർബൽ ഇന്റലിജൻസ് ടെസ്റ്റ് എന്നും പറയുന്നത്. Assess an individual's ability to understand and interpret visual information, solve problems and perform tasks without relying on language എന്നുള്ളതാണ്. അതായത് ഈ ഒരു പെർഫോമൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ നോൺ വെർബൽ ഇന്റലിജൻസ് ടെസ്റ്റിലൂടെ എന്ത് എബിലിറ്റിയാണ് കുട്ടികളിൽ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്? ഒന്ന്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇന്റർപ്രറ്റ് വിഷ്വൽ ഇൻഫോർമേഷൻസ്. കുട്ടികൾ ആ വിഷ്വൽ ഇൻഫോർമേഷൻസിനെ മനസ്സിലാക്കിയെടുക്കാനും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും അതിനെ പെർസീവ് ചെയ്യാനും കുട്ടികൾക്ക് കഴിയണം ആ വിഷ്വൽ ഇൻഫോർമേഷൻസിലൂടെ. അതുകൂടാതെ തന്നെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ കഴിയണം. അതേപോലെ തന്നെ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ കഴിയണം. ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാസ്ക് അവർക്ക് ചെയ്യാൻ കഴിയണം. അതെല്ലാം ഏതിലൂടെ ആയിരിക്കണം? ഈ ഒരു വിഷ്വൽ ഇൻഫോർമേഷൻസിലൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ലാഗിങ്ങോ അല്ലെങ്കിൽ കൂടുതൽ ലാംഗ്വേജ് യൂസ് ചെയ്യാതെ തന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇത് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളെയും ഇന്റലിജൻസ് ടെസ്റ്റായിട്ട്, പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അതായത് ലാംഗ്വേജുകൾ അധികം ഉപയോഗിക്കാതെ പിക്ചറുകൾ കാണിച്ചുകൊണ്ടോ പിന്നെ രൂപങ്ങൾ കാണിച്ചുകൊണ്ടോ, റെക്ടാങ്കിളുകൾ, സ്ക്വയറുകൾ, അങ്ങനത്തെ പല തരത്തിലുള്ള രൂപങ്ങൾ കാണിച്ചുകൊണ്ടോ ആ ഒരു വിഷ്വൽ ഇൻഫോർമേഷൻസിലൂടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും എന്നിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുകയും എന്നിട്ട് ആ ഒരു പെർഫോമൻസ് ടാസ്ക് അച്ചീവ് ചെയ്യുകയുമാണ് കുട്ടികൾ ചെയ്യേണ്ടത്. അത്തരത്തിൽ ചെയ്യുന്ന എല്ലാം എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും? പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് എന്ന രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞു റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്. അപ്പോൾ റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. ദ പർപ്പസ് ഓഫ് റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ഈസ് ഡാഷ്. അപ്പോൾ അതെന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ദ പർപ്പസ് ഓഫ് റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു എക്സാമിൻ എ പേഴ്സൺസ് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇമോഷണൽ ഫംഗ്ഷനിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇതും ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് പോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമെങ്കിലും അതിൽ റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പേഴ്സൺസ് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇമോഷണൽ ഫംഗ്ഷനിങ് ഉദ്ദേശം വെച്ചുകൊണ്ട് നടത്തുന്ന ടെസ്റ്റാണ് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റിൽ എത്ര നമ്പേഴ്സ് ആണ് ഉൾപ്പെടുന്നത്? ദ നമ്പർ ഓഫ് ഇങ്ക് ബ്ലോട്ട് ഇൻ റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ഈസ് ഡാഷ് എന്നുള്ളതാണ്. അപ്പോൾ 10 ഇങ്ക് ബ്ലോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ടെസ്റ്റാണ് റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു വ്യക്തിയുടെ ഇമോഷണൽ ഫംഗ്ഷനിങ് പ്രോപ്പർ ആണോ എന്ന് നോക്കുകയും അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സുകൾ ഓക്കെ ആണെന്ന് നോക്കുകയും ചെയ്യുക എന്ന പർപ്പസിലാണ് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതിലൊരു 10 ഇങ്ക് ബ്ലോട്ടുകൾ അതിൽ യൂസ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. ആ 10ൽ ഓരോന്നിൻ്റെയും ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണെന്നും കൂടി നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ ആദ്യത്തെ 5 ഇങ്ക് ബ്ലോട്ടുകളും ബ്ലാക്ക് ആൻഡ് ഗ്രേ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ബ്ലോക്കുകൾ ബ്ലാക്ക്, ഗ്രേ ആൻഡ് റെഡ് മൂന്നും കൂടി മിക്സ് ചെയ്ത് വരുന്നതായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അവസാനത്തെ 3 മൾട്ടി കളേർഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 10 ഇങ്ക് ബ്ലോട്ടുകൾ റോഷാക്ക് ഇങ്ക് ബ്ലോട്ടിൽ ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നതാണ്. 5, 2, 3 എന്ന രീതിയിലാണ്. 5, 2 +3 എന്നുള്ള രീതിയിലാണ്. ആദ്യത്തെ 5 എന്താണ്? ബ്ലാക്ക് ആൻഡ് ഗ്രേ മാത്രമാണ്. 2 എന്താണ്? ബ്ലാക്ക്, ഗ്രേ ആൻഡ് റെഡ് മൂന്നും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ്. 3 വരുന്നത് മൾട്ടി കളേർഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ എന്ത് പർപ്പസിലാണ് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്? അതുകൂടാതെ തന്നെ എത്ര ബ്ലോട്ടുകളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്? അത് ഓരോന്നും എത്ര വീതമാണെന്നുള്ളത് നോക്കുക. അതുകൂടാതെ തന്നെ റോഷാക്സ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് വാസ് ഡിസൈൻഡ് ടു മെഷർ ഡാഷ്. എന്ത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അതിൽ റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് പ്രൊജക്റ്റീവ് ടെസ്റ്റ് വാസ് ഡിസൈൻഡ് ടു മെഷർ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ഇന്റൻഷൻസ് ആണ്. ഒരു വ്യക്തിയിലുള്ള അൺകോൺഷ്യസ് ഇന്റൻഷൻസിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ മൾട്ടി കളേർഡ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് ആൻഡ് ഗ്രേ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് ഗ്രേ ആൻഡ് റെഡ് ഉള്ളതും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു 10 ബ്ലോട്ടുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പേഴ്സണാലിറ്റിയും ഇമോഷണൽ ഫംഗ്ഷൻസും പ്രോപ്പർ ആണോ അല്ലേ എന്നുള്ളത് ഈ ടെസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചോദ്യം ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചോദ്യം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തുകൊണ്ട് പഠിക്കുക. ദെൻ റാവൻസ് പ്രോഗ്രസീവ് മെട്രിക്സ് ടെസ്റ്റ്. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഞാൻ നേരത്തെ തന്നിട്ടുള്ള ആ ഒരു ഓപ്ഷൻസിൽ വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് റാവൻസ് പ്രോഗ്രസീവ് മെട്രിക്സ് ടെസ്റ്റ്. അപ്പോൾ എന്താണ് റാവൻസ് പ്രോഗ്രസീവ് മെട്രിക്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മറ്റൊരു പേരും കൂടി പറയുന്നത് RPM
എന്നുള്ളതാണ്. ഇതും കൂടി ഒരു ചോദ്യം വരും. എന്താണ് RPM ടെസ്റ്റിന്റെ എലാബറേഷൻ എന്താണ്? എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ റാമൻസ് പ്രോഗ്രസീവ് മെട്രിസസ് എന്നുള്ളതാണ്. ഇതും ഒരു നോൺ വെർബൽ ടെസ്റ്റ് ആണ്, ഡിസൈൻ ടു മെഷർ ജനറൽ ഇന്റലിജൻസ് ആൻഡ് അബ്സ്ട്രാക്ട് റീസണിങ് സ്കിൽസ് എന്നുള്ളതാണ്. ജനറൽ ഇന്റലിജൻസും അബ്സ്ട്രാക്ട് റീസണിങ് സ്കിൽസും അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെട്രിക് ടെസ്റ്റ് ആണ് റാമൻസ് പ്രോഗ്രസീവ് മെട്രിക് ടെസ്റ്റ്. ഇറ്റ് ഇൻവോൾവ്സ് ഐഡന്റിഫൈങ് ദ മിസ്സിംഗ് പീസ് ഇൻ എ സീരീസ് ഓഫ് വിഷ്വൽ ജിയോമെട്രിക് ഡിസൈൻസ് ആൻഡ് സെലക്ടിങ് ദ കറക്റ്റ് ആൻസർ ഫ്രം മൾട്ടിപ്പിൾ ചോയ്സസ് എന്നുള്ളതാണ്. അതായത് പല ബ്ലോക്കുകളാക്കിയിട്ടുള്ള സ്ക്വയർ ടൈപ്പിലോ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ടൈപ്പിലോ അല്ലെങ്കിൽ ജോമെട്രിക് ടൈപ്പിലോ ഒക്കെ തന്നിട്ടുള്ള പല ബ്ലോക്കുകൾ ഉണ്ടാകും. ആ ബ്ലോക്കുകൾ പല രൂപത്തിലേക്ക് ആക്കി മാറ്റുന്ന രീതിയാണെന്ന് പറയുന്നത് റാമൻസ് പ്രോഗ്രസീവ് മെട്രിക് ടെസ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു പിക്ചർ ഇവിടെ നോക്കുക. അപ്പം ഓപ്ഷൻസ് തരുന്നുണ്ട്. അതിൽ പിന്നെ പല രൂപങ്ങൾ കൊടുത്തിട്ട് കളേർഡ് ആയിട്ട് ഇതിലെ കറക്റ്റ് ആൻസർ എന്താണെന്ന് ഓപ്ഷൻസിൽ നിന്നും സെലക്ട് ചെയ്ത് അതിനോട് സൂട്ടാക്കി മാറ്റുന്ന രീതിയാണെന്ന് പറഞ്ഞ് റാമൻസ് പ്രോഗ്രസീവ് മെട്രിക് ടെസ്റ്റസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻസിൽ വന്നാണ് അലക്സാണ്ടർസ് പാസ് ലോങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? സെലക്ട് എ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ഫ്രം ദി ഗിവൺ ബിലോ എന്നുള്ളതാണ്. അതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അലക്സാണ്ടേഴ്സ് പാസ് ലോങ് ടെസ്റ്റ് ആണ്. ഇതിൽ റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയും ഇമോഷണൽ ഫംഗ്ഷൻസിനെയുമാണ് അളക്കുന്നത്. റാമൻസ് പ്രോഗ്രസീവ് മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് പിന്നെ ആൻസർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അലക്സാണ്ടേഴ്സ് പാസ് ലോങ് ടെസ്റ്റ് എന്താണ്? അതാണ് ഇവിടെ ആൻസർ വന്നത്. അപ്പോൾ എന്താണ് അലക്സാണ്ടേഴ്സ് പാസ് ലോങ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ The Paslong test developed by W.P. Alexander is a performance-based intelligence test that uses blocks to measure spatial reasoning and motor skills എന്നുള്ളതാണ്. സ്പേഷ്യൽ റീസണിങ്ങും മോട്ടോർ സ്കിൽസും അസസ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ടെസ്റ്റ് ആണ് എന്ന് പറയുന്നത് അലക്സാണ്ടേഴ്സ് പാസ്ലോങ് ടെസ്റ്റ്. The test involves matching designs shown on cards by rearranging colored blocks on a tray. It is a component of Alexander Performance Scale which aims to assess concrete and abstract abilities എന്നുള്ളതാണ്. ഇപ്പോൾ കോൺക്രീറ്റ് ആയിട്ടുള്ള അബ്സ്ട്രാക്ട് ആയിട്ടുള്ള എബിലിറ്റീസ് അളക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ടെസ്റ്റ് ആണെന്ന് പറയുന്നത് അലക്സാണ്ടർ പാസ്ലോങ് ടെസ്റ്റ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അലക്സാണ്ടർ പാസ്ലോങ് ടെസ്റ്റ് ആണ് എന്നുള്ളതാണ്. ഇത് ലാസ്റ്റ് നമ്മളോട് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളതാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇവയെല്ലാം എന്തുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിവിടെ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ ഓരോന്നിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നമ്മളോട് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഇവയെ എന്താണെന്ന് പരിചയപ്പെട്ടത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ മെമ്മറിയിലേക്ക് പിന്നെ കൺഫേം ആകുന്ന ഒരു സാഹചര്യം വരും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ ഓരോ വീഡിയോകൾ നിങ്ങൾ കാണുമ്പോഴും ക്ലാസ്സുകൾ കാണുമ്പോഴും തുടക്കത്തിൽ ചെറിയ പോയിന്റ്സുകൾ നിങ്ങൾക്ക് തരികയും ആ പോയിന്റ്സിനെ തരിക വഴി പിന്നീടുള്ള ക്ലാസ്സുകൾ അതിന്റെ ഡെപ്ത് ആയിട്ടുള്ള പിന്നെ ടഫ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഉൾപ്പെടുത്തുകയുമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായി കണ്ടതുകൊണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നിങ്ങൾ ആദ്യം പരിചയപ്പെടുക. അതിനുശേഷം വരുന്ന ക്വസ്റ്റ്യൻസിലൂടെ വീണ്ടും അത് നിങ്ങൾ റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്ത് നിങ്ങൾ അതിന്റെ ആഴങ്ങളിലേക്ക് പഠനം എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ എന്താണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്? ദ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഈസ് എ പ്രൊജക്റ്റീവ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നുള്ളതാണ്. ഇതും ഒരു പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുമാത്രമല്ല അൺകോൺഷ്യസ് തോട്ടുകളെയും ഫീലിംഗുകളെയും മോട്ടീവ്സുകളെയും അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഇൻവോൾവ്സ് പ്രസന്റിംഗ് ഇൻഡിവിജ്വൽസ് വിത്ത് എ സീരീസ് ഓഫ് അംബിഗ്യസ് ഇമേജസ് ആൻഡ് ആസ്കിംഗ് ദം ടു ക്രിയേറ്റ് സ്റ്റോറീസ് അബൌട്ട് ഈച്ച് ഇമേജ്. ഒരു ഇമേജ് കൊടുക്കുകയും ആ ഇമേജിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വ്യക്തിയോട് ഒരു സ്റ്റോറി ഉണ്ടാക്കാനും പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇമേജ് കാണിച്ചുകൊണ്ട് ഒരു ബെഡ് എന്നുള്ള ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു വേർഡോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബെഡിനെ കുറിച്ച് അവരുടെ തലച്ചോറിൽ വരുന്ന സ്റ്റോറി എന്താണെന്ന് അവരോട് കൊണ്ട് പറയുകയും അവര് അൺകോൺഷ്യസ് തോട്ട്സിൽ അല്ലെങ്കിൽ അവരുടെ ആ അൺകോൺഷ്യസ് മൈൻഡിൽ ഉറങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ അവർ പുറത്തേക്ക് കൊണ്ടുവരികയും ആ ഒരു സ്റ്റോറിയിലൂടെ അവരെ പിന്നെ പ്രോബ്ലംസ് എന്താണെന്ന് നമുക്ക് കണ്ടെത്തുകയും അങ്ങനെ അവരുടെ ഇമോഷൻസിനെയും അവരുടെ തോട്ട്സിനെയും അവരുടെ പേഴ്സണാലിറ്റിയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടെസ്റ്റാണ് ഇതെന്ന് പറയുന്നത് തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പിന്നെ ഇതൊക്കെ വന്നത് എന്താണ്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒക്കെ പിന്നെ ആ ഒരു തിയറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും കൂടി വന്നിട്ടുള്ളതാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഒക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഷാക്ക് ഇങ്ക്ബ്ലോട്ടും റാവൻസ് പ്രോഗ്രസീവും തീമാറ്റിക് അപ്പർസെപ്ഷനും ഒക്കെ ഒരു പേഴ്സണാലിറ്റിയെയും ഇമോഷൻസിനെയും അതേപോലെ തന്നെ ഇന്റലിജൻസിന്റെ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്നതാണ്. എന്നാൽ അലക്സാണ്ടേഴ്സ് പാസ്ലോങ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ആയിട്ട് നമുക്ക് ബെസ്റ്റ് ചോയ്സ് ആയിട്ട് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു അത്യാവശ്യം ഡീപ്പായിട്ട് പഠിച്ചവന് മാത്രമേ ഈ അലക്സാണ്ടർ പാസ്ലോങ് ടെസ്റ്റ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നിങ്ങൾ എല്ലാവരും
കാറ്റഗറി 3 അല്ലെങ്കിൽ നെറ്റിലോ സെറ്റിലോ ഒക്കെ പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടില്ലേ, ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും ഇവയെല്ലാം തന്നെ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അലക്സാണ്ടർ പാസ്ലോങ് ടെസ്റ്റ് ആണെന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഹു പ്രപ്പോസ്ഡ് ദി കോൺസെപ്റ്റ് ഓഫ് ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സണാലിറ്റി. ഈ ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സണാലിറ്റി എന്ന കോൺസെപ്റ്റ് ആരാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? അബ്രഹാം മാസ്ലോ ആണോ, ആൾപോർട്ട് ആണോ, കാൾ റോജേഴ്സ് ആണോ, ഐസങ്സ് ആണോ? ഇവരെല്ലാവരും തന്നെ പേഴ്സണാലിറ്റി തിയറിസ്റ്റുകളാണ്, പിന്നെ അതേപോലെ തന്നെ ഹ്യൂമനിസ്റ്റിക് തിയറിസ്റ്റുകളാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിലും തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ചൊരു കോംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഹ്യൂമനിസ്റ്റ് തിയറിസ്റ്റ് ആയിട്ടുള്ള കാൾ റോജറിന്റെ തിയറി തന്നെയാണ്. അപ്പോൾ എന്താണ് ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻ കാൾ റോജേഴ്സ് ഹ്യൂമനിസ്റ്റിക് തിയറി ഓഫ് പേഴ്സണാലിറ്റി എ ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സൺ ഈസ് ആൻ ഐഡിയൽ സ്റ്റേറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, ലിവിംഗ് ഇൻ ദ പ്രസന്റ് മൂവ്മെന്റ് ആൻഡ് ട്രസ്റ്റിംഗ് വൺസ് ഓൺ ഫീലിംഗ്സ് ആൻഡ് ഇൻസ്റ്റിങ്സ്. അപ്പോൾ ഒരു ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സൺ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു 3 കാര്യങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അത് കൂടാതെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ, അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ എടുത്ത് പറയുകയാണ്. 1 ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. 2 ലിവിംഗ് ഇൻ ദ പ്രസന്റ് മൂവ്മെന്റ് എന്നുള്ളതാണ്. 3 ട്രസ്റ്റിംഗ് വൺസ് ഓൺ ഫീലിംഗ്സ് ആൻഡ് ഇൻസ്റ്റിങ്സ് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ തന്നെ ഫീലിംഗ്സിനെയും നമ്മുടെ തന്നെ ഇൻസ്റ്റിങ്സിനെയും ട്രസ്റ്റ് ചെയ്യുകയും അതിനെ ഫോളോ ചെയ്യുകയും അതിനെ ഇൻഫീരിയർ കോംപ്ലക്സിലേക്ക് കൊണ്ടുപോകാതിരിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയണം. അതേപോലെ തന്നെ ഓപ്പൺ ടു എക്സ്പീരിയൻസ് ആയിരിക്കണം. നമ്മുടെ മുന്നിൽ വരുന്ന ഏത് തരത്തിലുള്ള വ്യക്തികളെയും അതിൻ്റെതായിട്ടുള്ള റൈറ്റ് സെൻസിൽ നമുക്ക് പെർസീവ് ചെയ്യാനും അവരെ ഉൾക്കൊള്ളാനും കഴിയണം. ലിവിങ് ഇൻ ദ പ്രസന്റ് മൂവ്മെന്റ്, ഈ പ്രസന്റ് മൂവ്മെന്റ് ഫ്യൂച്ചറിനെ കുറിച്ച് ആങ്സിയസ് ആവാതിരിക്കണം, പാസ്റ്റിനെ കുറിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുകയും ചെയ്യണം. അതാണ് പ്രസന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള വ്യക്തികളെ എന്താണെന്ന് പറയാം, നമുക്ക് ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സൺ ആണെന്ന് പറയാൻ കഴിയും. ഇറ്റ്സ് സമ്മൺ ഹു എംബ്രേസസ് ദെയർ യുണീക്ക് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് സ്ട്രൈവ്സ് ദ അച്ചീവ് ദെയർ ഫുള്ളി പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് നല്ല പൊട്ടൻഷ്യൽ കാണിക്കാൻ കഴിയും. ഒരു ബോട്ടിൽ നെക്സും ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയും. ഒരു തടസ്സങ്ങളും ഹിൻഡ്രൻസുകളും ഇല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഫുള്ളി ഫംഗ്ഷൻ പേഴ്സൺസിലൂടെ നമുക്ക് കഴിയാവുന്നത്. അപ്പോൾ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? This involves being receptive to new information, feelings and situations without being defensive or resistance. ആ ഓപ്പൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ആശയോ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ റെസിസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഓപ്പോസ് ചെയ്യാതെ ഒന്നിനെയും കൗണ്ടർ ചെയ്യാതെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റൈറ്റ് ട്രാക്കിലേക്ക് ഗ്യാദർ ചെയ്യാനും അതിനെ ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെ എന്തായിട്ട് നമുക്ക് പരിഗണിക്കാം? ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ പരിഗണിക്കാം. അപ്പോൾ നമ്മളോട് ഒരാൾ തർക്കിക്കുകയാണെങ്കിൽ ആ തർക്കത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തർക്കിക്കാതെ അതിനെ റൈറ്റ് ട്രാക്കിലൂടെ ആക്സെപ്റ്റ് ചെയ്യുകയും അതിന്റെ കണ്ടന്റുകൾ ഉൾക്കൊള്ളുകയും അതിന്റെ ഓപ്പോസ് ഉണ്ടെങ്കിൽ അവർ വ്യക്തമായ മാന്യമായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്താണ് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്ന് പറയാം. ലിവിംഗ് ഇൻ ദ പ്രസന്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫംഗ്ഷനിങ് ഇൻഡിവിജ്വൽസ് ആർ മൈൻഡ്ഫുൾ ആൻഡ് എൻഗേജ്ഡ് വിത്ത് ദെയർ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ് റാദർ ദാൻ ബീങ് കോട്ട് അപ്പ് ഇൻ പാസ്റ്റ് റിഗ്രറ്റ്സ് ഓർ ഫ്യൂച്ചർ ആങ്സൈറ്റീസ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പാസ്റ്റിനെ കുറിച്ച് റിഗ്രറ്റ് ചെയ്യാതിരിക്കുക, അതായത് കുറ്റബോധം ഉള്ളിൽ കൊണ്ട് നടന്ന് ഞാൻ അങ്ങനെ ആയിപ്പോയി എന്നുള്ള ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കാതെ അപ്പോൾ ആ സറൗണ്ടിങ്സിനോട് റിയാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ എന്താവും, ഇനിയിപ്പോൾ ഭാവി എന്താവും എന്നുള്ള ടെൻഷൻ അടിക്കാതെ ആ ഒരു പ്രസന്റ് മൂവ്മെന്റിനെ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് ലിവിംഗ് ഇൻ ദ പ്രസന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ട്രസ്റ്റിംഗ് വൺസ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ഫീലിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ റിലേ ഓൺ ദെയർ ഓൺ ഇന്റേണൽ ഗൈഡൻസ് റാദർ ദാൻ എക്സ്റ്റേണൽ വാലിഡേഷൻ ഓർ സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ്. സമൂഹം എന്ത് പറയുന്നു, സമൂഹം എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നു എന്നത് നമ്മൾ അധികമായി ചിന്തിക്കാതെ ഇന്റേണൽ ഗൈഡൻസ് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ട്രസ്റ്റിംഗ് ഓൺസ് വൺ എക്സ്പീരിയൻസ് ആൻഡ് ഫീലിംഗ്സ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടേതാണ്? കാൾ റോജേഴ്സിന്റെ ആണ്. അപ്പോൾ എന്താണ് ആ തിയറി എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അത് ഹ്യൂമനിസ്റ്റ് തിയറിയാണ്, നീഡ് തിയറിയുടെ ഭാഗത്ത് വരുന്നതാണ്, അബ്രഹാം മാസ്ലോയുടെ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ്. ഇത് കാൾ റോജേഴ്സിന്റെ തിയറാണ് ഫുള്ളി ഫംഗ്ഷനിങ് പേഴ്സണാലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും 3 പോയിന്റ്സുകൾ വരുന്നുണ്ട്: ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, ലിവിംഗ് ഇൻ ദ പ്രസന്റ് മൂവ്മെന്റ്, ട്രസ്റ്റിംഗ് വൺസ് ഓൺ എക്സ്പീരിയൻസസ് ആൻഡ് ഫീലിംഗ്സ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അസോസിയേഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ എ ബിഹേവിയർ ആൻഡ് എ കോൺസിക്വൻസ് ഫോർ ദാറ്റ് ബിഹേവിയർ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു.
association is made between a behavior and a consequence for that behavior is closely related to. നമ്മളിൽ ഒരു ബിഹേവിയർ ഉണ്ടാകുന്നു, അത് അപ്പുറത്തുള്ള ബിഹേവിയറിന്റെ റിയാക്ഷൻ വഴിയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിൽ ഒരു ബിഹേവിയർ, അത് ഇവിടെ എടുത്തു പറയുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണോ, ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണോ, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ആണോ, ഓപ്പൺ കണ്ടീഷനിങ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ 4 ലേണിങ്ങുകളും പഠിക്കുമ്പോഴാണ് അതിന്റെ കമ്പാരിസൺ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രവൃത്തിയെ ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സ്കിന്നറുടേതാണ് ഈ തിയറി എന്ന് പറയുന്നത്. BF സ്കിന്നറുടേതാണ് ഈ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓൾസോ നോൺ ആസ്, ഇതിനെ തന്നെ മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്, ഇൻസ്ട്രക്ഷണൽ കണ്ടീഷനിങ് എന്നുള്ളതാണ് പറയുന്നത്. ഈസ് എ ലേണിംഗ് പ്രോസസ് വെയർ വളണ്ടറി ബിഹേവിയർ ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കോൺസിക്വൻസസ് എന്നുള്ളത്. ഇറ്റ് ഇൻവോൾവ്സ് അസോസിയേറ്റിംഗ് ബിഹേവിയർ വിത്ത് ദെയർ റിവാർഡ്സ് or reinforcement or aversive stimuli or punishment to increase or decrease their frequency എന്നുള്ളതാണ്. അതായത് BF സ്കിന്നറുടെ തിയറി പ്രകാരം നമ്മളുടെ ഒരു ബിഹേവിയറിനെ ബലപ്പെടുത്താനും പറ്റും, നമ്മുടെ ബിഹേവിയറിനെ അവേഴ്സീവ് സ്റ്റിമുലൈ ആക്കാനും പറ്റും. അതായത് ബലം കുറയ്ക്കാനും പറ്റും, അല്ലെങ്കിൽ അത് ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കുട്ടികളിൽ നല്ല പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നല്ല പ്രവൃത്തിയെ വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യണം. ഇത്തരത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ടാണെന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിവാർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് തരത്തിലുള്ള ബിഹേവിയർ ആണ്? പോസിറ്റീവ് ബിഹേവിയേഴ്സ് ആണ്, പോസിറ്റീവ് ഹാബിറ്റ്സുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഹാബിറ്റ്സുകളെ ബലപ്പെടുത്തണം, അല്ലെങ്കിൽ അതിനെ കൂടുതൽ കൂടുതൽ കുട്ടികളിൽ ഉണ്ടാക്കണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിവാർഡ് കൊടുക്കണം, അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റുകൾ കൊടുക്കണം. അപ്പോൾ അതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റിമുലൈ, പോസിറ്റീവ് സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് സ്റ്റിമുലൈ അല്ലെങ്കിൽ അവേഴ്സീവ് സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്തരത്തിലുള്ള ബിഹേവിയേഴ്സുകൾ ഡിമിനിഷൻ ചെയ്യണം, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കണം. കുട്ടികൾ അത് ഉണ്ടാകരുത്, അല്ലെങ്കിൽ നെഗറ്റീവ് ഹാബിറ്റ്സുകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? പണിഷ്മെന്റുകൾ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു 2 പാർട്ടിനെ എടുത്തു പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബിഹേവിയർ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പുറത്തുള്ള ഒരു ബിഹേവിയറിന്റെ റെസ്പോൺസ് ആയിരിക്കും എന്നുള്ളതാണ്. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു തിയറിയിലൂടെയൊക്കെ പറയുന്നത്. അതായത് ഇവിടെ എലി കൊടുക്കുന്നു, അതായത് ഈ ഒരു റെഡ് ബട്ടണിലാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ എലിക്ക് ഷോക്ക് അടിക്കുന്നു അല്ലെ. അപ്പൊ ആ റെഡ് കളറോ അല്ലെങ്കിൽ ആ റെഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, പല തവണ ആ എലി റെഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പണിഷ്മെന്റ് ആണ് ലഭിക്കുക, അതുകൊണ്ട് അത് ചെയ്യരുത് എന്നുള്ള കൊഗ്നീഷനിൽ കയറുകയും അത് പിന്നീട് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ കിട്ടുന്ന എന്താണ്? പണിഷ്മെന്റ് ആണ്, ഷോക്കാണ് കിട്ടുന്നത്. ഇനി ഗ്രീൻ കളറിലാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ എലിക്ക് എന്ത് ചെയ്യുന്നു? ഫുഡ് കിട്ടുന്നു അല്ലെ. അപ്പോൾ കണ്ടിന്യൂസ്ലി അത് കോൺഷ്യസ്ലി അത് ചെയ്യുക വഴി ആ ഗ്രീൻ കളറിലുള്ള ബട്ടണിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുക? എലി പ്രസ് ചെയ്യുക. അത് എന്തിലൂടെയാണ്? അത് കൊഗ്നീഷനിലേക്ക് വളർന്നു വരികയാണ്, അത് കണ്ടീഷനിങ് നടക്കുകയാണ്. അത് സ്കിന്നറുടെ ഒരു തിയറിയാണ്. അത് പ്രാവിലും സ്കിന്നർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ എക്സ്പെരിമെന്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഗോതമ്പ് അതേപോലെ തന്നെ തെർമോക്കോളിന്റെ മണികളൊക്കെ കൊടുത്തിട്ട് ഗോതമ്പ് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ അത്തരത്തിലുള്ള കളറിൽ തന്നെ പോയി കൊത്തുകയും ഫുഡ് ശേഖരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ആ തിയറിയാണ് ഇവിടെ യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? അസോസിയേഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ബിഹേവിയർ ആൻഡ് എ കോൺസിക്വൻസ്. ബിഹേവിയർ ആൻഡ് എ കോൺസിക്വൻസ് ഫോർ ദാറ്റ് ബിഹേവിയർ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു. അപ്പോൾ നമ്മളൊരു ബിഹേവിയർ ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തിക്ക് കോൺസിക്വൻ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നു എങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം നീഡ് ഫോർ അച്ചീവ്മെന്റ് ഈസ് കോയിൻഡ് ബൈ. ആരാണ് ഈ അച്ചീവ്മെന്റ് ഇതൊരു മോട്ടിവേഷന്റെ പാർട്ടാണ്, മോട്ടിവേഷൻ തിയറിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ഇത് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് ഈ ടേം അച്ചീവ്മെന്റ് എന്നുള്ള ഭാഷയും കൊണ്ടുവന്നിട്ടുള്ള ആരാണ്? അത് മോട്ടിവേഷൻ തിയറികൾ, ഒരു 10-12ഓളം മോട്ടിവേഷൻ തിയറികൾ ഉണ്ട്. അതിലൊരു തിയറിയാണ് മെക്ലാൻഡിന്റെ തിയറിയാണ്. ഈ അച്ചീവ്മെന്റ് തിയറി, മോട്ടിവേഷൻ തിയറി ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? മെക്ലാൻഡ് ആണ്. അതിൽ 1938 ഈ നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്നുള്ള ആ ഒരു വേർഡ് ആദ്യം യൂസ് ചെയ്യുന്നത് ഹെൻറി മുറെ ആണ്, 1938. പിന്നെ അത് പോപ്പുലറൈസ്ഡ് ആക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് അത് പ്രചാരം നേടി കൊടുക്കുന്നത് ആരാണ്? ഡേവിഡ് മെക്ലാൻഡ് ആണ്. അത് ഏതിലൂടെയാണ്? ദ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിലൂടെയാണ്. ഈ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു പേഴ്സണാലിറ്റിയെ അളക്കുന്നതിന് വേണ്ടിയിട്ടും
കൂടിയുള്ള ടെസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നൊക്കെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡേവിഡ് മെക്ലാൻഡ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ആ ഡേവിഡ് മെക്ലാൻഡിന്റെ തിയറിയാണ് ഇവിടെ പറയുന്നത്. 3 പാർട്ടാണ് ഇവിടെ മോട്ടിവേഷൻ നീഡ് തിയറിയിൽ പറയുന്നത്. അതിൽ അച്ചീവ്മെന്റ് തിയറി എന്നാണ് ഇതിന് പറയുന്നത്. നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അഫിലിയേഷൻ എന്നുള്ളതാണ്. അതുകൂടി ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. അവസാനമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രപ്പോസ്ഡ് ബൈ NCF എന്നുള്ളതാണ് ഇതിന് പറയുന്നത്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്താണ്, അത് ആരാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? NCTE ആണോ, MHRD ആണോ, UGC ആണോ, NCERT ആണോ? ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് NCERT ആണ്. എന്താണ് നാഷണൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് a road map for curriculum development, teaching practices and assessment with the aims of promoting holistic student development എന്നുള്ളതാണ്. ഹോളിസ്റ്റിക് സ്റ്റുഡൻറ് ഡെവലപ്മെന്റ് ആണ്. ഹോളിസ്റ്റിക് എന്ന ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള വളർച്ചയാണ്. കൊഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് സൈക്കോമോട്ടർ ഡെവലപ്മെന്റ് എന്ന് പറയും. 3 ഡയമെൻഷനിലും ഒരുമിച്ച് ആ കുട്ടികൾ വളർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് ഗാന്ധിജിയും ഒക്കെ ഹോളിസ്റ്റിക് എന്നുള്ള വേർഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ആ ഒരു എക്സ്പ്ലനേറ്റീവ് ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ദ NCFന്റെ എക്സ്പാൻഷൻ എന്താണ്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണ്. ഈസ് എ കീ കോമ്പണന്റ് ഓഫ് ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്നുള്ളതാണ്. ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020ന്റെ NEPയുടെ ഒരു കീ കോമ്പണന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പണന്റ് ആണ് ഏതെന്ന് പറയുന്നത് NCF എന്ന് പറയുന്നത്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഫോക്കസസ് ഓൺ പ്രൊവൈഡിംഗ് സ്ട്രോങ് ഫൗണ്ടേഷൻസ്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ടീച്ചിങ് ത്രൂ റീജിയണൽ ലാംഗ്വേജസ് എന്നുള്ളതാണ്. പിന്നെ എന്താണ്? സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുക്കുക, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് കൊടുക്കുക, അതുകൂടാതെ തന്നെ റീജിയണൽ ലാംഗ്വേജിൽ ഈ കാര്യങ്ങളെല്ലാം കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് എന്തിൽ വരുന്നത്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് മാത്രമേ പരിചയപ്പെട്ടുള്ളൂ. എന്നാൽ ഒരു 30ഓളം ക്വസ്റ്റ്യൻസ്, 30-35ഓളം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതുപോലെ തന്നെയായിരിക്കും ഇനി വരുന്ന 10 ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടാവുക. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ ലെങ്തി വീഡിയോ ആയിട്ട് തോന്നും. പക്ഷേ ഈ ഓരോരോ ടോപ്പിക്കുകൾ നമ്മൾ പരിചയപ്പെടുകയായി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരിക വഴി നിങ്ങൾ കുറച്ച് പഠിക്കാനുള്ളൂ എന്നുള്ള ആ ഒരു സെൻസിലേക്ക് നിങ്ങൾ വരും. അങ്ങനെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയരും. അപ്പോൾ ക്വസ്റ്റ്യൻസിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകുക. അതായിരിക്കും നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ അല്ലെങ്കിൽ കേട്ടറ്റിനോ, സീറ്ററ്റിനോ, സെറ്റിനോ, നെറ്റിനോ ഒക്കെ വളരെ ഉപകാരപ്രദമാവുന്നത്. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റെന്തെങ്കിലും കൂടുതൽ ക്ലാസ്സുകളോ കൂടുതൽ പോയിന്റ്സുകളോ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണമെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. സോ താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.